നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് താൽക്കാലിക നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇറാൻ. ഹോർമുസിന്റെ നിയന്ത്രണം ബഹുഭൂരിഭാഗവും ഇറാന് വേണമെന്ന ആവശ്യം. അതേസമയം ഹോർമുസ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് GCC അംഗരാജ്യങ്ങൾ. യുവസംരംഭകർക്ക് സൈബർ സുരക്ഷാ പരിശീലനം ഒരുങ്ങുന്നു. പരിശീലനം ഒരുക്കുന്നത് UAE ഖലീഫ ഫണ്ടും സൈബർ സെക്യൂരിറ്റി കൌൺസിലും ചേർന്ന്. അബുദാബി, അലൈൻ, അൽ ദഫ്ര എന്നിവിടങ്ങളിലാണ് പരിശീലനം നടക്കുക. സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാത്തവർക്ക് ആശ്വാസമായി GDRFA. സുരക്ഷിത അഭയമൊരുക്കുന്നത് സെന്റർ ഫോർ ഹാർബറിംഗ്. ആരോഗ്യ പരിചരണം, സാമൂഹികവും മാനസികവുമായ പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുന്നേറ്റവുമായി അജ്മാൻ. 2026 ആദ്യ പകുതിയിൽ വായുഗുണ നിലവാര സൂചിക 98.1%. നേട്ടം അജ്മാൻ വിഷൻ 2030 ഭാഗമായി. വിശദമായ വാർത്തകളിലേക്ക്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് താൽക്കാലിക നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇറാൻ. ഹോർമുസിന്റെ നിയന്ത്രണം ബഹുഭൂരിഭാഗവും ഇറാൻ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതേസമയം ഹോർമുസ് അടക്കമുള്ള വിഷയങ്ങൾ GCC അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. 2 ദിവസങ്ങളിലായി ടെഹ്റാനിൽ നടന്ന ഇറാൻ ഒമാൻ മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് താൽക്കാലിക നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ഖാസം ഗരീബാബാദി പറഞ്ഞത്. ഹോർമുസിലൂടെയുള്ള യാത്രയുടെ പാതകൾ തുല്യമായി വിഭജിക്കണമെന്ന ഒമാന്റെ ആവശ്യം തള്ളിയാണ് ഇറാന്റെ താൽക്കാലിക നിർദ്ദേശം. അതിനിടെ ഹോർമുസ് അടക്കമുള്ള വിഷയങ്ങൾ GCC അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെയാണ് ചർച്ച നടത്തിയതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസ് അടക്കമുള്ള വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലെ പുരോഗതി, സംഘർഷം കുറയ്ക്കുന്നതിനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ എന്നിവയും മന്ത്രിമാർ ചർച്ച ചെയ്തു. കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, കപ്പലുകളുടെയും വ്യാപാരത്തിന്റെയും അവശ്യവസ്തുക്കളുടെയും സുഗമമായ നീക്കം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ GCC രാജ്യങ്ങളുടെ ഏകോപനവും കൂടിയാലോചനകളും ശക്തിപ്പെടുത്താനുള്ള വഴികളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഹോർമുസിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈവശം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന നിർദ്ദേശമാണ് ഇറാൻ ഒമാനിന് മുന്നിൽ വെച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന്റെ ഒരു ദിശ പൂർണ്ണമായും ഇറാൻ സമുദ്രത്തിലൂടെയും എതിർദിശയിലുള്ള പാതയുടെ ഒരു ഭാഗം ഇറാൻ സമുദ്രാതിർത്തിയിലൂടെയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് NTV. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അജ്മാൻ കിരീടാവകാശ ഷെയ്ഖ് അമർ ബിൻ ഹുമൈദ് അൽ നുവൈമിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ വിവിധ വികസന മുൻഗണനകളും പൗരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരു നേതാക്കളും ദീർഘമായി ചർച്ച ചെയ്തു. ഫെഡറൽ ഭരണകൂടവും വിവിധ എമിറേറ്റുകളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള പദ്ധതികൾ UAE പ്രസിഡന്റും അജ്മാൻ കിരീടാവകാശിയും യോഗത്തിൽ വിലയിരുത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ, പ്രസിഡൻഷ്യൽ കോർട്ട് ഫോർ സ്പെഷ്യൽ അഫയേഴ്സ് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, സഹിഷ്ണുതാ സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ തുടങ്ങിയ പ്രമുഖ ഭരണാധികാരികളും ഉയർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. NTV, അബുദാബി. സ്വന്തം രാജ്യങ്ങളിലേക്ക് വിവിധ കാരണങ്ങളാൽ മടങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്ന വിദേശികൾക്ക് സുരക്ഷിതമായ അഭയവും സമഗ്രമായ മാനസിക പരിചരണവും ഉറപ്പാക്കി GDRFA. ദുബായിയുടെ സെന്റർ ഫോർ ഹാർബറിംഗാണ് നേതൃത്വം നൽകുന്നത്. സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിസന്ധിയിലായ വ്യക്തികൾക്ക് സുരക്ഷിതമായ താമസവും ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ദൗത്യം. മനുഷ്യസ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ സമീപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അൽ അവീറിലെ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ സെന്ററിന്റെ പ്രവർത്തന സംവിധാനങ്ങളും സമഗ്ര സേവനങ്ങളും GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി വിശദീകരിച്ചു. ചടങ്ങിൽ ദുബായ് പോലീസ് ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹാരിബ് മുഹമ്മദ് അൽ ഷംസി, GDRFA ദുബായിലെ എൻട്രി പെർമിറ്റ്സ് ആൻഡ് റെസിഡൻസി സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഖലഫ് അഹമ്മദ് അൽ ഖൈദ്, നിയമലംഘകരുടെയും വിദേശികളുടെയും ഫോളോ അപ്പ് സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഡോക്ടർ അലി ബിൻ അജീഫ് അൽ സാബി എന്നിവരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മനുഷ്യത്വപരമായ മൂല്യങ്ങളെ സുസ്ഥിരമായ സ്ഥാപന സംവിധാനങ്ങളാക്കി മാറ്റുന്ന ദുബായിയുടെ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് സെന്റർ ഫോർ ഹാർബറിംഗ്. വ്യക്തികളിലും സമൂഹത്തിലും ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്ന സമഗ്ര പ്രവർത്തന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിസന്ധിയിലായ വ്യക്തികൾക്ക് സുരക്ഷിതമായ താമസവും ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കുകയാണ്
കേന്ദ്രത്തിന്റെ പ്രധാന ദൗത്യം. പ്രതിസന്ധിയിലായവരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 9 പ്രധാന സേവനങ്ങളാണ് സെന്റർ നൽകുന്നത്. പൂർണ്ണസജ്ജമായ മെഡിക്കൽ ക്ലിനിക്കുകളിലൂടെയുള്ള ആരോഗ്യ പരിചരണം, സാമൂഹികവും മാനുഷികവുമായ പിന്തുണ, വ്യക്തിഗത പരിചരണ സേവനങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വ്യക്തിഗത സാധനങ്ങളുടെയും സുരക്ഷിത സംരക്ഷണം, സുരക്ഷാ സേവനങ്ങൾ, ബോധവൽക്കരണ വിനോദ പരിപാടികൾ, താമസ സൗകര്യവും ഭക്ഷണ വിതരണവും, എംബസികളുമായും കോൺസുലേറ്റുകളുമായും ബന്ധപ്പെട്ട അധികാരികളുമായും ഏകോപനം നടത്തി യാത്രാരേഖകളും പുറപ്പെടൽ അനുമതികളും ലഭ്യമാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. NTV, ദുബായ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും വായു ഗുണനിലവാരത്തിലും വൻ മുന്നേറ്റവുമായി അജ്മാൻ മുനിസിപ്പാലിറ്റി. 2026 ആദ്യ പകുതിയിൽ അജ്മാനിലെ വായു ഗുണനിലവാര സൂചിക 98.1% ഉയർന്നതായി അധികൃതർ അറിയിച്ചു. 2025 ഇതേ കാലയളവിൽ ഇത് 97.8%. അജ്മാൻ വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കുന്ന പരിസ്ഥിതി സൗഹൃദ നയങ്ങളുടെയും തുടർച്ചയായ സുരക്ഷാ പരിശോധനകളുടെയും വിജയമാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിന് പിന്നിലെന്ന് പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് സെക്ടറൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എഞ്ചിനീയർ ഖാലിദ് മൊയ്ൻ അൽ ഹുസൈനി പറഞ്ഞു. രാജ്യാന്തര നിലവാരത്തിലുള്ള 7 എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷനുകളാണ് നിലവിൽ അജ്മാനിൽ പ്രവർത്തിക്കുന്നത്. നഗരവൽക്കരണം വേഗത്തിലാകുന്ന സാഹചര്യത്തിൽ ഇത് 10 കേന്ദ്രങ്ങളാക്കി ഉയർത്താൻ പദ്ധതിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കാറ്റിന്റെ വേഗത, ഈർപ്പം, വായുവിൽ കലരുന്ന മലിനീകരണ വാതകങ്ങളുടെ തോത് എന്നിവ എൻവയോൺമെന്റൽ ഡേറ്റ മാനേജ്മെന്റ് പ്രോഗ്രാം നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. രാജ്യത്തിന്റെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അജ്മാൻ മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. NTV, അജ്മാൻ. സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും കാരണം പ്രതിസന്ധിയിലായ 325 തടവുകാർക്കും കുടുംബങ്ങൾക്കും താങ്ങായി ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ. 2026 ആദ്യ പകുതിയിലാണ് സംഘടന ഇവരുടെ കുടിശ്ശിക തുകകൾ തീർപ്പാക്കി ആശ്വാസം പകർന്നത്. ഏറ്റവും നിർധനരായ കുടുംബങ്ങൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന റിലീവിംഗ് ഡിസ്ട്രസ് പദ്ധതിയുടെ ഭാഗമായാണ് ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും കാരണം പ്രതിസന്ധിയിലായ 325 തടവുകാർക്കും കുടുംബങ്ങൾക്കും ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. പ്രയാസത്തിലായ കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഇത് വലിയ സഹായകമാകുമെന്ന് SCI അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് സലീം അൽ മെനായി പറഞ്ഞു. കൃത്യമായ മാനദണ്ഡങ്ങളും നിബന്ധനകളും പാലിച്ച് അർഹരായ ആളുകളിലേക്ക് തന്നെയാണ് സഹായം എത്തുന്നതെന്ന് ഉറപ്പുവരുത്തിയാണ് ഓരോ കേസുകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. NTV, ഷാർജ. ഭാവിയിലെ യുവ സംരംഭകർക്കായി വേനൽക്കാല ഡിജിറ്റൽ സുരക്ഷാ പരിശീലന പരിപാടിയുമായി UAE ഖലീഫ ഫണ്ട് ഫോർ എന്റർപ്രൈസ് ഡെവലപ്മെന്റും സൈബർ സെക്യൂരിറ്റി കൗൺസിലും. ഫ്യൂച്ചർ എന്റർപ്രണർ പ്രോഗ്രാം 2026 സമ്മർ ക്യാമ്പിന്റെ ഭാഗമായാണ് പ്രത്യേക സൈബർ അവബോധ സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ വേനൽക്കാലം നാളത്തെ സംരംഭങ്ങൾ സുരക്ഷിതത്വത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയെന്ന പ്രമേയത്തിലാണ് UAE ഡിജിറ്റൽ സുരക്ഷാ പരിശീലന പരിപാടിക്കൊരുങ്ങുന്നത്. അബുദാബി, അലൈൻ, അൽ ദഫ്ര എന്നിവിടങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ വ്യക്തിഗത വിവര സംരക്ഷണം, ഡിജിറ്റൽ ഐഡന്റിറ്റി സുരക്ഷിതമാക്കൽ, ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷിതമായ ഉപയോഗം എന്നിവ കേന്ദ്രീകരിച്ചാണ് ക്ലാസുകൾ നടക്കുന്നത്. ബിസിനസ്സുകൾ ഡിജിറ്റൽ സംവിധാനങ്ങളെയും ഓൺലൈൻ ഇടപാടുകളെയും കൂടുതൽ ആശ്രയിക്കുന്ന പുതിയ കാലത്ത് തുടക്കത്തിൽ തന്നെ സൈബർ ഭീഷണികൾ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. 4 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി യങ് ഇന്നോവേറ്റേഴ്സ്, ഫൗണ്ടേഷൻ സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്നിങ്ങനെ 4 പഠന നിലവാരങ്ങളിലായാണ് ക്യാമ്പ് തരം തിരിച്ചിരിക്കുന്നത്. പ്രായോഗിക പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, മെന്ററിംഗ്, പ്രൊജക്ട് പ്രസന്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ്. ക്യാമ്പ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് മുന്നേറുന്ന UAEയിൽ സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കാനും വിവര സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാനും യുവതലമുറയെ പ്രാപ്തരാക്കാൻ ഈ സംരംഭം വഴി സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. NTV, അബുദാബി. ഒമാനിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സമൂഹമാധ്യമത്തിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ പരസ്യം ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതി നേടണമെന്ന് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര കേന്ദ്രം നിർദ്ദേശിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ഫുഡ് ഹാൻഡിൽമാർ, കമ്പനികൾ, സ്ഥാപനങ്ങൾ, പരസ്യ ഏജൻസികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, കണ്ടന്റ് ക്രിയേറ്റർമാർ, ഭക്ഷ്യവ്യാപാരികൾ എന്നിവർക്കെല്ലാം ഈ നിർദ്ദേശം ബാധകമാണെന്ന് കേന്ദ്രം അറിയിച്ചു. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.
ദുബായ് ഒയാസിസ് ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ദുബായ് J5 ഹോട്ടലിൽ വെച്ച് നടന്നു. പ്രസിഡന്റായി സിജു ജോസഫ്, സെക്രട്ടറിയായി രഞ്ജിത്ത് ശശിധരൻ, ട്രഷററായി ബേബി വർഗീസ് എന്നിവരെ തെരഞ്ഞെടുത്തു. സോൺ ചെയർപേഴ്സൺ TN കൃഷ്ണകുമാർ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. NTV ചെയർമാനും ഒയാസിസ് ലയൺസ് ക്ലബ്ബ് സ്ഥാപക അംഗവുമായിരുന്ന മാത്തുക്കുട്ടി കഡോൺ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UAE-യിലെ വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, ദുബായ് ഒയാസിസ് ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനമൊഴിയുന്ന മുൻ ഭാരവാഹികളായ വിജയ് മാധവൻ, ശ്രീനാഥ് കടഞ്ചേരി, ബേബി വർഗീസ് എന്നിവരെയും മുൻകാല പ്രസിഡന്റുമാരായ സന്തോഷ് കേട്ടേത്, ഗിരീഷ് വാര്യർ, രഞ്ജിത്ത് ശശിധരൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിനോദ് നായർ, അഖിലേഷ് സത്യവാൻ, അനിത സന്തോഷ്, ദിനേശ് നായർ, ആനന്ദ് വാര്യർ, ഡോക്ടർ ടൈംസ്, സുഭാസിസ് കർമാക്കാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 200-ലധികം രാജ്യങ്ങളിലായി 50,000-ഓളം ലയൺസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കാം ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. സ്വർണ്ണവില വിനിമയ നിരക്ക് പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് താൽക്കാലിക നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇറാൻ. ഹോർമുസിന്റെ നിയന്ത്രണം ബഹുഭൂരിഭാഗവും ഇറാന് വേണമെന്ന ആവശ്യം. അതേസമയം ഹോർമുസ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് GCC അംഗരാജ്യങ്ങൾ. യുവസംരംഭകർക്ക് സൈബർ സുരക്ഷാ പരിശീലനം ഒരുങ്ങുന്നു. പരിശീലനമൊരുക്കുന്നത് UAE ഖലീഫ ഫണ്ടും സൈബർ സെക്യൂരിറ്റി കൗൺസിലും ചേർന്ന്. അബുദാബി, അലൈൻ, അൽദഫ്ര എന്നിവിടങ്ങളിലാണ് പരിശീലനം നടക്കുക. സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാത്തവർക്ക് ആശ്വാസമായി GDRFA. സുരക്ഷിത അഭയമൊരുക്കുന്നത് സെന്റർ ഫോർ ഹാർബറിംഗ്. ആരോഗ്യ പരിചരണം, സാമൂഹികവും മാനസികവുമായ പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുന്നേറ്റവുമായി അജ്മാൻ. 2026 ആദ്യ പകുതിയിൽ വായുഗുണ നിലവാര സൂചിക 98.1%. നേട്ടം അജ്മാൻ വിഷൻ 2030 ഭാഗമായി. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.